ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ദീപാവലി നമുക്ക് ഒക്ടോബർ 20-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ ട്രഡീഷണൽ പലഹാരങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ഞാനും പലഹാരം ചെയ്യാനായിട്ട് ഇന്നലെ തുടക്കമിട്ടു. ഇന്നലെ 16-ാം തീയതി, ഒക്ടോബർ 16-ാം തീയതി. അങ്ങനെ ആകുമ്പോൾ ദീപാവലിക്ക് 5-ാം പൊക്കം വരും. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. 7-ാം പൊക്കം, 5-ാം പൊക്കം, 3-ാം പൊക്കം അങ്ങനെ തുടങ്ങും. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് ആദ്യമായിട്ട് ട്രഡീഷണൽ പലഹാരമായ തേങ്ങാപ്പാൽ മുറുക്ക്. എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല രുചിയുണ്ടാവും. ആദ്യമായിട്ട് ഇതിന് മാവ് തയ്യാറാക്കണം. അതിന് 2 വിധമുണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ അത് തിരഞ്ഞെടുക്കാം. ആദ്യമായിട്ട് 1 കിലോ പച്ചരി വാങ്ങിച്ച് നല്ലോണം കഴുകി ഉണക്കിയെടുക്കണം. 1 കിലോ പച്ചരിക്ക് 100 ഗ്രാം ഉഴുന്ന് മാത്രം വെറും പാത്രത്തിലിട്ട് ചുമക്കാതെ നല്ല മണം വരുന്നവരെ വറുത്ത് എടുക്കണം. ചുമക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉണക്കി വെച്ചിട്ടുള്ള അരിയിൽ ഇതും കൂടി ചേർത്ത് മെഷീനിലാണ് കൊണ്ടുപോയിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ മുറുക്ക് ചുടാറുള്ളത്. ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ പതിവ്. പക്ഷേ ഇവിടെ ഉഴുന്നിട്ട് അങ്ങനെ അരച്ച് തരാത്ത കൊണ്ട് ഞാൻ പൊടിച്ച പച്ചരി ഉണ്ടാവുമല്ലോ, ഇടിയപ്പ പൊടിയൊക്കെ വറുക്കാത്തത്, അത് 1 കിലോ. അപ്പോൾ ഉഴുന്ന് അതിന് ഞാൻ 100 ഗ്രാം ഉഴുന്ന് നല്ലോണം വറുത്ത് പൊടിച്ച് അതും എടുത്ത് ഇതിൽ മിക്സാക്കും അരച്ചിട്ട്. അപ്പോൾ നമുക്ക് മാവ് എടുക്കുമ്പോൾ 4 ഗ്ലാസ് മാവിന് 1 ഗ്ലാസ് ഉഴുന്ന് മാവ്, അത് കറക്റ്റും ഉണ്ടാവും. വറുത്ത് പൊടിച്ച് അരച്ച് വെച്ച ഉഴുന്ന് മാവ്. അതിന് 1 തേങ്ങ, അതിൽ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുക. കൂടിപ്പോകരുത്. കൂടിപ്പോയെങ്കിൽ മുറുക്ക് ചുമന്ന് പോകും. അതുകൊണ്ടാണ് 1 കിലോക്ക് 1 തേങ്ങ കണക്ക്. അപ്പോൾ ഈ മാവിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതിൽ എള്ളില്ലേ, കറുത്ത എള്ള്, അത് നല്ലോണം കഴുകി ഉണക്കിയെടുത്ത് വെക്കാം സമയമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ തന്നെ കഴുകിയിട്ട് ഇതിൽ ഇടുന്നുണ്ട്. ഇപ്പം വാങ്ങിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ജീരകം അല്ലെങ്കിൽ ഓമം ചേർക്കാം. അത് കയ്യിൽ ഞെരടിയിട്ട് ഞാൻ എള്ളു മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കായപ്പൊടി, സാധാരണ നമ്മൾ കട്ടിക്കായല്ലേ, പെരുങ്കായം, അതാണ് ചേർക്കാറുള്ളത് വെള്ളത്തിൽ അലിയിച്ചിട്ട്. പക്ഷെ ഇന്ന് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂൺ 1.5 സ്പൂണ് വെണ്ണ ചേർക്കും. അപ്പം നല്ല രുചിയുണ്ടാവും ഈ മുറുക്കിന്. പക്ഷേ കൂടാൻ പാടില്ല. കൂടിയെങ്കിൽ പിരിഞ്ഞു പോവും. അത് ശ്രദ്ധിക്കണം. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ഒന്നുപോലെ വരുന്ന വിധം നമ്മൾ ഞെരടി എല്ലാ സ്ഥലത്തും മിക്സായ ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ 2-ാം പാലും ഒഴിച്ച് നല്ലോണം ഞവട്ടി കൊടുക്കാം. ഇതിന് തികയുന്നില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ എല്ലാം മിക്സാക്കി ഇടിയപ്പ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ച് എടുക്കണം. ഇപ്പോൾ ഇതിന് നിങ്ങൾ ഏത് എണ്ണയിൽ വേണമെങ്കിൽ പൊരിച്ച് എടുക്കാവുന്നതാണ്. തേങ്ങ എണ്ണയിൽ പൊരിച്ചെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഇപ്പോൾ ഇതിന് ഈ അച്ചാണ് ഞാൻ ഇടുന്നത്. ഈ 3 ഹോൾസ് ഇല്ലേ, അതാണ് നമ്മൾ ഈ മുറുക്കിൻ്റെ അച്ച്. മുറുക്ക് എന്ന് പറയുന്നത് തേൻകുഴലാണ് നമ്മൾ തമിഴിൽ പറയാറുള്ളത്, തേൻകുഴൽ. അപ്പോൾ അതിൻ്റെ അച്ചാണ് ഇത്. ഇതിൽ ചുടുമ്പോൾ നല്ല മുറുക്ക് കിട്ടും. പിന്നെ നമ്മൾ എടുത്തു വെച്ച മാവ് അടുപ്പിന് ഗണപതി പിടിച്ച് വെച്ചത്, അത് നമ്മൾ സമ്പ്രദായമാണ്, ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇപ്പം പിഴിയാൻ തുടങ്ങാം. കുറച്ച് മാവ് ഉരുളകളാക്കി മാറ്റി വെച്ചത് പിന്നെ ഒരു വെള്ള തുണി വെച്ചിട്ട് അവിടെ പൊതിഞ്ഞ് വെക്കണം. മാവ് ഉണങ്ങാൻ പാടില്ല. ഇങ്ങനെ മുറുക്ക് ചുറ്റി കൊടുത്തെങ്കിൽ എല്ലാം റെഡിയായി. ഇലയിൽ തന്നെ ചുടണമെന്നില്ല. നിങ്ങൾ സ്റ്റീൽ പാത്രം, ചെറിയ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അത് കമിഴ്ത്ത് അതിൽ നിങ്ങൾക്ക് എണ്ണ പുരട്ടി അതിൽ ചുടാം. അല്ലെങ്കിൽ തവി ഉണ്ടാവുമല്ലോ, അരിപ്പ തവി, ചെറിയ അതിൽ പിറകു വശം ഇങ്ങനെ ചുറ്റിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ എല്ലാം തന്നെ ഇട്ട് ഇങ്ങനെ നല്ല ചുമന്ന് വരില്ല, ഇത് വെള്ള കളറായിരുന്നു വരുന്നത്. പിള്ളേർക്ക് ചുമന്നത് ഇഷ്ടം കൊണ്ട് ഞാൻ അവർക്ക് ചുമന്നതായിട്ട് കുറച്ച് ചുമക്കാൻ വിട്ടിട്ടാണ് എടുക്കാറുള്ളത്. അത് നമ്മളെ ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് വെള്ള കളറിൽ തേങ്ങാപ്പാൽ മുറുക്കി എടുക്കുന്നതാണ് ശരിക്കും ഒറിജിനൽ നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് പറയും. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്രിസ്പി ആയിട്ടുണ്ടാവുന്നു. നല്ല രുചിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ഗ്ലാസ് മാത്രം നിങ്ങൾ അരിമാവ് എടുത്തിട്ട് കുറച്ച് ചേർത്ത് ചെയ്ത് നോക്കുക. പിന്നെ നല്ല റെഡി ആയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുറേ മാവ് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. മാവ് പുളിക്കാൻ പാടില്ല. ഇതിന് അളവുകൾ കറക്റ്റ് ചേർക്കണം. പിന്നെ കൂടിയെങ്കിൽ മുറുക്ക് പിരിഞ്ഞു പോകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്